കുറെ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ഗുരുക്കന്മാരുടെയും പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. പിന്നീട് എന്റെ ഗുരുനാഥനായി മാറിയ മാധവിയായിട്ട് അന്ന് എനിക്ക് പരിചയം ഇല്ല. അപ്പൊ മാധവജിയുടെ പ്രഭാഷണം കേൾക്കാൻ ഒരു ഹാളിൽ, അതൊക്കെ കേൾക്കാൻ ഒരു 50 ആള് കൂടുതൽ ഉണ്ടാവുക. ക്ഷേത്ര ചൈതന്യ രഹസ്യമൊക്കെ എഴുതിയ മഹാവ്യക്തിയാണ് മാധവജി. അപ്പൊ തളിയിലുള്ള ഹാളിലേക്ക് ഞാൻ പോകുമ്പോ അവിടെ ജയഭാരത് പ്രസ് നടത്തിയിരുന്ന അതിന്റെ മാനേജറായുള്ള കുഞ്ഞുണ്ണിയേട്ടൻ എന്റെ പിറകെ വന്നു. നിക്ക്, ഞാനും ഉണ്ട് കൂടെ. മാധവജിയുടെ പ്രസംഗമാണ്. ആനന്ദലബ്ധിക്കിനി എന്തു വേണം, അദ്ദേഹം പറഞ്ഞ വരിക. അത്ര നല്ല പ്രസംഗം. അതല്ലടോ തന്നോട് ഞാൻ പറഞ്ഞത്. ആനന്ദലബ്ധിക്കിനി എന്തു വേണം, ആ വരിയും എനിക്ക് മനസ്സിൽ നിൽക്കുക. മാധവജിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് ചില പ്രഭാഷണങ്ങള് നമുക്ക് ആനന്ദം നൽകും. അങ്ങനെയുള്ളവരുടെ പ്രസംഗം വേണം കേൾക്കാൻ. ചിലവരുടെ പ്രസംഗം കേൾക്കാതിരിക്കാനായിട്ട് ഞാൻ അവിടുന്ന് എണീറ്റ സംഭവമുണ്ട്. താങ്ങാൻ വയ്യ. ഒന്ന് മൂത്രമൊഴിച്ച് വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ പോന്നിട്ട് മൂത്രമൊഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും സ്റ്റേജിൽ വന്നിട്ട് ഇയാളുടെ അടുത്തിരിക്കണ്ടേ. അവിടെ ആകട്ടെ നല്ല ഗന്ധമില്ലാത്ത സ്ഥലവും. എന്നാലും വീട്ടില്ല, ഈ പ്രസംഗത്തൊക്കെ ഭേദം ഇവിടെ നിൽക്കുന്ന തോന്നണമെങ്കിൽ പണിയത്രണ്ട്. അതിന് പകരം വാ തുറന്നാൽ ഈ മധുരബലങ്ങള് ധാരാളം ഉണ്ടാകുന്ന ഒഴിന്റെ മുകളിൽ ഏത് മാങ്ങ പൊട്ടിച്ചാലും മധുരാന്ന് പറയുന്നത്. ഇതേമാതിരിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പക്ഷെ വളരെ വിനയാനിതൻ. തുടക്കം മുതലേ ഞാനായിട്ടുള്ള ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് വന്നു. അദ്ദേഹം ഇടയ്ക്ക് മാങ്കാവിൽ വരും. പ്രചാരകനായിരുന്നുള്ള കരുത്തേട്ടൻ അദ്ദേഹത്തിന്റെ ദോസ്തായിരുന്നു. രണ്ടുപേരും കൂടി നടന്നു വരും. എന്റെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് മണിക്കൂറുകളോളം സംസാരിക്കുമ്പോ ഈ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നുള്ള പുസ്തകം തന്നെ ഒരു ക്ഷേത്രം എങ്ങനെയായിരിക്കണം, എന്താണ് ക്ഷേത്രത്തിന്റെ ശാസ്ത്രം, അത് നമ്മുടെ ശരീരവുമായിട്ടുള്ള ബന്ധമുണ്ട്. ശരീരം തന്നെയാണ് ക്ഷേത്രം. ഈ പുസ്തകം അന്ന് ഇറങ്ങിയിട്ടുണ്ട്. എത്രയോ കാലം ഈ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആയിരുന്നു. ഇവിടെ ധാരാളം ദേവാലയങ്ങളുണ്ട്, ക്ഷേത്രമുണ്ട്, അമ്പലത്തിൽ പോണവരുണ്ട്. ഇത്ര പ്രധാനപ്പെട്ട അടിസ്ഥാന ഗ്രന്ഥം, ഏറ്റവും മഹത്തായിട്ടുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പലതും മാർക്കറ്റ് കിട്ടാനില്ല. ഇത് ആളുകൾ ദിവസേന പോയിട്ട് ക്ഷേത്രത്തിന്റെ രഹസ്യം വായിക്കും. ഇപ്പോ ഞാൻ സംസാരിക്കുന്ന കാലഘട്ടത്തിൽ ക്ഷേത്രത്തിന്റെ രഹസ്യം വായിക്കാൻ അന്ന് മാധവജിയായിട്ടുള്ള കൺസേൺ ഉള്ളപ്പോ തന്നെ ആരിൽ നിന്നോ വാങ്ങിയിട്ട് ഞാൻ മടക്കി തരാമെന്നും പറഞ്ഞിട്ട് ഒരു പണ്ഡിതനിൽ നിന്ന് ഞാനത് വാങ്ങിക്കൊണ്ടുവന്ന് അതിന്റെ നോട്ട്സ് എടുത്ത ഓർമ്മ ഉണ്ട്. മുതിർന്ന ആളാണെന്നുള്ള വിചാരോ ഗുരുവാണെന്നുള്ള വിചാരോ അദ്ദേഹത്തിനില്ല. ഞാനായിട്ട് തമാശ പറയും. നമുക്കും ഉള്ള ഒരു കുഴപ്പം, ജീവിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ഗുരുക്കന്മാര് ഇവര് ദൈവതുല്യരാണ് എന്ന് നമുക്കറിയില്ല. അവരില്ലാത്ത ഒരു കാലം വരുമ്പോഴാണല്ലോ അറിയില്ല. മാധവജിയുടെ കാലം കഴിഞ്ഞു. ആ മാധവജി എന്നുള്ളത് എന്റെ ഗുരു ആയതുകൊണ്ട് തന്നെ അങ്ങാടിപ്പാട്ട് സീരിയലിന്റെ ഒരു പ്രധാന സമയത്ത് മാധവജിയെ പറ്റിയിട്ട് ഞാൻ ഡയലോഗ് എഴുതിയിട്ടുണ്ട്. ഏതൊരു കഥാപാത്രം പറയുന്നത്. തന്ത്രശാസ്ത്രം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് പഠിക്കാതെ, ഒരു ഗുരുവിൽ നിന്ന് പഠിക്കാതെ നമ്മൾ പുരാണങ്ങളെ
കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു അബദ്ധസഞ്ചാരത്തിന്റെ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എത്ര ദൈവങ്ങളാണ് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക്? ഉത്തരം അങ്ങനെ എത്രയൊന്നുമില്ല, നമുക്കറിയില്ല. 33 കോടി ദേവതകളുണ്ട്, ഒന്നല്ല. യൂണിവേഴ്സൽ ട്രൂത്ത് ഒന്നേ ഉള്ളൂ. അനലൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോ, ഇപ്പൊ തന്നെ വന്നില്ലേ കണ്ണിനൊരു ഡോക്ടർ, കാതിനൊരു ഡോക്ടർ എന്ന് പറഞ്ഞ പോലെ എണ്ണം വർദ്ധിക്കില്ലേ? പി ആർ നാഥൻ എത്ര ആളാ? ഒരാള്. അതെ, ആ ഒരാളെ കുറിച്ച് പഠിക്കുമ്പോഴോ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി ഓരോന്നിനും അതിന്റെ ഐഡന്റിറ്റി ഉണ്ട്. വീണ്ടും ശാസ്ത്രീയമായി പോയാലോ ആ ഒന്നിനെ 1000 വ്യാഖ്യാനിക്കണം. 1000 കൊണ്ട് തീർന്നോ? അതാണ് 33 കോടി എന്ന് പറയുന്നത്. 66 കോടി നെഗറ്റീവ് ദേവതകളുണ്ട്. അതിൽ ഒന്നിന്റെ തന്നെ ചില പ്രത്യേക സംവിധാനമോ വീക്ഷണമാണ് മറ്റുള്ളത്. അതുകൊണ്ട് ഇതിനെ പറയുക ദേവതകൾ എന്നാണ്. ഈ ദേവതകള് 33 കോടി ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് 6 ദേവതയാണ് ഉള്ളത്. തന്ത്രയിലേക്ക് വരുമ്പോൾ അങ്ങനെ കുറേയൊന്നുമില്ല. ഈ 6 ദേവതകൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതാണ് ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുന്നത്. തന്ത്ര അഭ്യർത്ഥിക്കുന്നു. അതിന്റെ 4 പേരൊറ്റ ഫാമിലിയാണ്. ശിവകുടുംബം എന്ന് പറയും. ശിവകുടുംബം എന്ന് പറഞ്ഞാൽ ശിവന്റെ ഫാമിലി തന്നെ. ശിവന്റെ ഫാമിലി ഫോട്ടോ. ശിവൻ, പാർവതി, 2 ആൺകുട്ടികളും. ഇവന് വേറെ, ഇവർക്കെന്നെ വേറെ മക്കളുടെ കഥയൊക്കെ വേറെ ഉപകഥയായിട്ട് വരുന്നത് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് ഇതിനെ ബാധിക്കുന്നില്ല. പ്രധാനമായിട്ടുള്ള കാര്യം പറയുകയാണ്. ഇവർ 2 മക്കളും. അപ്പൊ ആരാ? 4. അച്ഛനമ്മയും 2 മക്കളും. തന്ത്ര അഭ്യർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ശിവൻ, പാർവതി, സുബ്രഹ്മണ്യൻ, ഗണപതി, അവരുടെ മക്കൾ. നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം ശിവൻ, മറുഭാഗം പാർവതി. കുണ്ടലിനി ശക്തിയെ ബേസ് ചെയ്തിട്ടാണ് ഇത് മുഴുവൻ എന്നുള്ളതിനാൽ മൂലാധാരത്തിൽ ഗണപതി, നമ്മുടെ സുഷുമ്ന സുബ്രഹ്മണ്യൻ. അറിവ്, ജ്ഞാനം, ശിവന് ജ്ഞാനം ഉപദേശിച്ച കഥയെക്കും സുബ്രഹ്മണ്യൻ. ഇവര് 4 പേരാണ്. ഇതിൽ പാർവതിയിൽ പരാശക്തി വന്നു. പിന്നെ പരാശക്തി വേണം, വേറെയില്ല, പാർവതി അതാണ് പരാശക്തി. അപ്പൊ നമ്മൾ ആദരിക്കുന്ന കൃഷ്ണനോ? ഉത്തരം മണിപൂരക ചക്രത്തിന്റെ ദേവതയാണ് വിഷ്ണു. ഇതിൽ വരും. അപ്പൊ 4 1 5. വിഷ്ണു അതിലേക്ക് വന്നു. വർത്തമാനകാലമാണ്, മണിപൂരക ചക്രമാണ്. 6ാമത്തെ ദേവതയായിട്ട് തന്ത്ര പഠിക്കുമ്പോൾ അത് സൂര്യൻ ആണ്. ഇതാണ്. ആ സൂര്യോപാസനയെ കുറിച്ച് നമുക്ക് ധാരാളം മനസ്സിലാക്കാനും പഠിക്കാനും. ഇതിന്റെ ഉപവിഭാഗങ്ങളാണ് ആ പരാശക്തിയുടെ ഒരു ഭാഗം കാളി, ലക്ഷ്മി, സരസ്വതി. അത് ശൃംഗേരിക്ക് പോയാൽ ശാരദാംബിക, കൊല്ലൂര് പോയാൽ മൂകാംബിക.
അനവധി ഉപദേവതകൾ എന്നൊക്കെ വേണമെങ്കിൽ വാക്ക് പറയാം. അതുണ്ടെങ്കിലും ബേസിക് ആയിട്ട് തന്ത്രം മനസ്സിലാക്കുമ്പോൾ ഈ 6 ആണ്. അതിൽ സൂര്യനും കൂടി വരുന്നു എന്നാണ്. ഇപ്പൊ ആദ്യം പല ഗുരുക്കന്മാരോടൊക്കെ ചോദിക്കേണ്ടത് എങ്ങനെ ഈ സൂര്യനിൽ വന്ന് സൗരോർജത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. ബ്രഹ്മാവ് സൂര്യനെ ഉപദേശിച്ചു, സൂര്യൻ എന്ന ആൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സൂര്യൻ തന്നെയാണ് ഇത് മുഴുവൻ. ഇന്നലത്തെ സൗരോർജം കൊണ്ടല്ലേ മാവില് മാങ്ങ ഉണ്ടായത്? അപ്പൊ മാങ്ങയുടെ അടിസ്ഥാനം എന്താ? സൗരോർജം. ആ മാങ്ങ ഞാൻ തിന്നത് കൊണ്ടല്ലേ എനിക്ക് സംസാരിക്കാനുള്ള എനർജി കിട്ടി. അതെ. അപ്പൊ എനിക്ക് ഈ തന്ത്രയുടെ 6 ദേവതകളെ പറ്റി എനിക്ക് ഉപദേശം കിട്ടിയത് ഇവിടുന്ന സൂര്യനിൽ നിന്ന്. സൂര്യനിൽ നിന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയൊക്കെ വാതായനങ്ങൾ തുറക്കും. ആ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ജന്മം കിട്ടിയത് മഹാഭാഗ്യമാണ്, ശ്രേഷ്ഠമാണ് മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ അതിലേക്ക് ചിന്തിക്കാനുള്ള വഴികാട്ടിയായിട്ടുള്ള മാധവജിയെയും തന്ത്രയെ കുറിച്ചൊക്കെ ചിന്തിച്ച് വാക്കുകൾ സംഭവിക്കുന്നു. ബാക്കി നമുക്ക് പിന്നെ പറയാം. നമസ്കാരം.